ഹലോ, അതെ സാർ, സത്യഭാമയാണ്. നാളെ രാവിലെയോ? ഉച്ച കഴിഞ്ഞെന്നല്ലേ സാറ് പറഞ്ഞത്? ഓക്കെ, ശരി സാർ, ഞാൻ ശ്രമിച്ചു നോക്കാം. പക്ഷേ രാവിലെ നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. ശരി സാർ. അയ്യോ, അല്ല, ഇവിടെ പറഞ്ഞാ സാർ, ഒരു പ്രശ്നം. ശരിയെന്നാ, വിളിക്കാം. ഇതെന്താണെന്ന് നിനക്ക് അറിയില്ലല്ലേ? നീയല്ലേ ഈ കുരിശെടുത്ത് കൊടയുടെ തുമ്പിലിട്ടത്? എന്റെ ഈശോ, ഇതുവരെ കളഞ്ഞില്ല. എന്തൊരു നാട്ടിൽ കളയാൻ പറ്റണ്ടേ? ഞാൻ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ നോക്കി, ഇത് പോകുന്നില്ല. കർണന്റെ കവചൂണ്ടലെ പോലെ ഇതിപ്പോ എന്റെ കൊട തൂങ്ങിയിരിക്ക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോഹനേട്ടാ? ഇതൊന്നും എവിടെയെങ്കിലും കൊണ്ടേ കളാ. ഇതൊരു വീടല്ലേ? ഓ, ഇത്രയും നേരം ഇതെന്റെ വില്ലേജ് ഓഫീസിലായിരുന്നത്. ഓഫീസിലോ? പിന്നല്ലാതെ. അല്ലെങ്കിൽ ഞാനിത് വഴി കളയണമായിരുന്നു. അത് പറ്റില്ലല്ലോ. അയ്യേ, കേട്ടൻ ഇത് ഇതുവരെ കളഞ്ഞില്ലേ? എന്തൊരു നാറ്റത്. നിന്നോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞില്ലേ, നീ ഇത് പോകുന്ന നീ എന്നിട്ട് കേട്ടോ? കേട്ടൻ ഇത് പുറത്തോണ്ട് കളയും. ഈ വീട്ടിനകത്ത് ഇന്ന് കിടന്ന് ഉറങ്ങാനുള്ളതല്ലേ? അപ്പൊ അതിന് ഞാൻ തന്നെ വേണം. കൊണ്ടുപോയി കുഴിച്ചേറി. അവരോടൊരു അറപ്പുണ്ടോ? ഇതൊരു ദിവസം മുഴുവൻ ഞാൻ ചുമന്നു. അത് ആർക്കൊരു കുഴപ്പമില്ല. ആരോ വന്നു, കൊണ്ടുപോയി കളയടിയത്. കുഴിച്ചു. നമസ്കാരം വക്കീലേ. നമസ്കാരം. മോനേഷ് സാറല്ലേ? ഉണ്ട് സാറ്. കവചകുണ്ടലങ്ങളുമായിട്ട് ഗുസ്തി പിടിച്ചോണ്ടിരിക്കുകയാണ്. കവചകുണ്ടലോ? അതൊക്കെ വലിയ കഥയാ. ഉത്തമം വന്ന കാര്യം പറ. അല്ല സാറ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് ചായക്കടയിലെ ഗോപാലിനോട് പറഞ്ഞേപ്പിച്ചിരുന്നു. എന്താ വക്കീലെ പ്രശ്നം? എനിക്കറിയില്ല. മോനേട്ടാ, ആളെത്തിയല്ലോ. ഉത്തമ, ഞാൻ ഉത്തമനെ കാണാൻ വേണ്ടിയിരിക്കായിരുന്നു. മറ്റേ ഗോപാല പറഞ്ഞായിരുന്നു. ഉത്തമ, നമുക്കൊരു ബയോഗ്യാസ് പ്ലാൻ ഉണ്ടാക്കണമായിരുന്നല്ലോ. എന്താ സാറേ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം? ഓരോ അത്യാവശ്യങ്ങൾ വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഉടനെ ഒരു ബയോഗ്യാസ് പ്ലാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ ജോലിയും പോവും, എനിക്ക് ഡെങ്കുപ്പനിയും വരും. ഈ ബയോഗ്യാസ് ജോലിയും തമ്മിൽ എന്തോന്ന് ബന്ധം? അതൊക്കെ ഉണ്ട്. ഉത്തമൻ പറ്റിയൊരാളെ കണ്ടുപിടിച്ച് നാളെ തന്നെ ഇവിടെ കൊണ്ടുവരണം. അതൊക്കെ ഞാൻ ചെയ്യാം. പക്ഷേ ഈ സാറിന്റെ ഈ ധൃതിയാണ് എനിക്ക് പിടികിട്ടാത്തത്. രാവിലെ ഞാൻ കൊണ്ടുപോയ ചവറില്ല, അത് വൈകുന്നേരം തിരിച്ചു വരുന്നവരെ എന്റെ ഈ കൊടയുടെ തുമ്പിലുണ്ടായിരുന്നു. മനസ്സിലായല്ലോ? ഓ അങ്ങനെ, ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. അപ്പൊ നാളെ രാവിലെ കാണാം. ബാക്കിയല്ല ഞാൻ ഇറങ്ങണേ. ബജറ്റ് ചെറിയ പ്രശ്നം വരുമെങ്കിലും. ഹലോ, വാടക വീട്ടിൽ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുന്നത് നഷ്ടമല്ലേ? അത് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ മാനവും മനസ്സമാനവും ഒക്കെ നഷ്ടപ്പെടും. അതല്ലയോ ഞാൻ രാവിലെ പറഞ്ഞത്. അത് പിന്നെ എന്റെ മോഹനേട്ടനൊരു കുഴപ്പമുണ്ട്. കിട്ടാനുള്ളത് കിട്ടിയാലേ പഠിക്കുള്ളൂ. പക്ഷെ ബുദ്ധിയുള്ളവർക്ക് കിട്ടുന്നതിന് മുന്നേ കാര്യങ്ങൾ പിടികിട്ടും. നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് ബുദ്ധിയില്ലെന്നോ? ഇല്ലെന്ന് ആര് പറഞ്ഞു? എന്റെ മോഹനേട്ടനൊരു ബുദ്ധി രാക്ഷസനല്ലേ? അത് നീ എന്നെ ഒന്ന് കളിയാക്കിയതാ. ഞാൻ കളിയാക്കോ? പക്ഷെ കിട്ടാനുള്ളത് കിട്ടിയാലേ പഠിക്കൂ അല്ലേ? എന്നാ നേരത്തെ ഉത്തമൻ പറഞ്ഞതുപോലെ ചന്ദ്രനിൽ ആളിനെ ഇറക്കാൻ കാണിക്കുന്ന ഉത്സാഹത്തിന്റെ 100-1 താൽപര്യം ചവറ് സംസ്കരിക്കുന്നതിൽ കാണിച്ചിരുന്നെങ്കിൽ മോഹനകൃഷ്ണന് ഇന്നത്തെ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യാതിരുന്നാൽ അവസാനം ചെയ്യുന്നത് കൊണ്ട് വിശേഷിച്ച് ഒരു ഗുണവും ഉണ്ടാകില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്